നമസ്കാരം, ഞാൻ ഡോക്ടർ ധന്യ സുരേഷ്. ഇന്ന് മാർച്ച് 8 ഇന്റർനാഷണൽ വിമൻസ് ഡേ ആഘോഷിക്കുന്ന വേളയിൽ നമുക്ക് സ്ത്രീകളുടെ ആരോഗ്യത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഒരു സ്ത്രീ ആരോഗ്യവതിയാകുമ്പോൾ ഒരു കുടുംബം ആരോഗ്യമുള്ളതാവുമ്പോൾ അതൊരു രാജ്യം ആരോഗ്യമുള്ളതായി തീരുകയും അതുവഴി ഒരു ലോകം ആരോഗ്യമുള്ളതായി വളർന്നു വരികയും ചെയ്യുന്നു. ഒരു ഏജിന് ശേഷം സ്ത്രീകൾ പെക്യുലിയറായിട്ടും ചില ബ്ലഡ് ടെസ്റ്റുകൾ കറക്റ്റായിട്ട് ചെയ്യേണ്ടുന്നതാണ്. അതുപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ, സെർവൈക്കൽ ക്യാൻസർ എന്നിവ സ്ത്രീകൾക്ക് അധികമായി വരാൻ ചാൻസ് ഉള്ളതിനാൽ അതിന് ഉള്ള ടെസ്റ്റുകളൊക്കെ നടത്തി അത് പ്രിവെൻറ്റ് ചെയ്യേണ്ടുന്നതാകുന്നു. ജീവിതശൈലി രോഗങ്ങളും പോഷകാഹാരക്കുറവും എല്ലാം സ്ത്രീകളെ വളരെയധികം അഫക്റ്റഡായി കാണപ്പെടുന്നുണ്ട്. ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് പറയുമ്പോഴത്തേക്ക് ഹാർട്ട് അറ്റാക്ക്, അതുപോലെ തന്നെ കൊളസ്ട്രോൾ കംപ്ലയിൻസ്, ഒബേസിറ്റി, ഡയബറ്റീസ് അങ്ങനത്തുള്ള പ്രശ്നങ്ങളൊക്കെ സ്ത്രീകളെ കൂടുതലായി അലട്ടുന്നതായി കാണപ്പെടുന്നു. ഇതിനു വേണ്ടിയിട്ട് കുറച്ച് സമയം ചെലവാക്കാനോ അല്ലെങ്കിൽ ഓസ്റ്റിയോപോറോസിസ് അങ്ങനത്തുള്ള അസുഖങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മുടെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഇൻടേക്ക് പ്രോപ്പറായിട്ട് ചെയ്യാനോ സ്ത്രീകൾ സമയം കണ്ടെത്തുകയോ അല്ലെങ്കിൽ ചെയ്യുകയോ ചെയ്യുന്നില്ല. കാരണം അവർ ബാക്കിയുള്ളവരുടെ കാര്യങ്ങളിൽ ഓടുകയും സ്വന്തം കാര്യത്തിന് സമയം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത് മിക്കവാറും കാണുന്നൊരു പ്രവണതയാണ്. അതിനാൽ കറക്റ്റ് സമയത്ത് ഒരു 24 മണിക്കൂറിൽ 1 മണിക്കൂറെങ്കിലും സ്ത്രീകൾ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. സ്വന്തം ആരോഗ്യനിലയ്ക്കനുസരിച്ചുള്ള ആഹാര രീതികൾ കറക്റ്റായി സ്വന്തം കാര്യങ്ങൾ ചെയ്യുകയും എക്സസൈസ് മുതലായ ദൈനംദിനമായി നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. സ്ത്രീകളുടെ മാനസികാരോഗ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുടുംബജീവിതവും ജോലിയും കൂടെ കൊണ്ടുപോകുന്ന പല സ്ത്രീകളിലും ആൻസൈറ്റി, ഡിപ്രഷൻ, സ്ട്രെസ്സ് എന്നിവ കാണപ്പെടാറുണ്ട്. ഇതവർ ഇഗ്നോർ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഹെൽപ്പ് വേണ്ട സമയത്ത് ഹെൽപ്പ് ചോദിക്കാൻ തയ്യാറാവുക. ഇതൊരു ബലഹീനതയല്ല, അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ആരോഗ്യമുള്ള ഒരു സ്ത്രീ ആണും പെണ്ണും കുട്ടികളും എല്ലാം ഉൾപ്പെടുന്ന ഈ സമൂഹത്തിൻ്റെ ശക്തിയും അടിത്തറയും ആയിരിക്കും. നന്ദി, നമസ്കാരം.